ഇപ്പോ ഭാരത് അരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ സപ്ലൈകോയിൽ വിൽക്കുന്ന അരിയുടെ വില. இங்க அரிசி வாங்கி நம்ம இடத்துக்கு கொண்டு போய் வாஷ் பண்ணி கிளீன் பண்ணி நம்ம பேரோட சாக்கி போடும்போது செலவு 5 രൂപ. 2 രൂപ കൺഫേം பண்ணுங்க நம்ம കയ്യിൽ ദുട്ട് റെഡി. കേരളത്തിൽ 14 ജില്ലകളുണ്ടെങ്കിലും ഭാരത് അരി ആദ്യം എത്തിച്ചത് തൃശ്ശൂരിൽ തന്നെയാണ്. ശത്രുക്കളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. മോദിയുടെ അരിയും പരിപ്പും തൃശ്ശൂരിൽ വേവില്ല. ഇത് ഞാൻ തെളിയിക്കും. ഈ കള്ളരെങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ, എന്താടാ എന്റെ അമ്മേ, എനിക്കത് ആലോചിക്കാൻ വയ്യെന്ന്. സപ്ലൈകോയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് 30 രൂപ കൊടുക്കണം. സാധനം കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരത്തിന് വില പറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞ് വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ മാർക്കറ്റിൽ 45 രൂപയും 50 രൂപയും വില വരുന്ന അരി 29 രൂപയ്ക്ക് കേരളത്തിൽ ഭാരത് അരിയായി വിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്, അതിനെ ആക്ഷേപിക്കുകയാണ്. സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുന്ന ബാവ. കൊഞ്ഞനം കുത്തൂല്ലടാ മോനെ. ആളുകളെ ശിക്ഷിക്കുകയല്ലോ, ആളുകളെ സഹായിക്കുകയല്ലേ ചെയ്തത്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. ഈ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വൈകാതെ കേരളത്തിൽ BJPക്ക് മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. ആരത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? കേരളത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും പുതിയ കേരളം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കഴിച്ചിലാവാനുള്ള പ്ലാനിങ്ങിലാണ്. കഴിച്ചിലാവൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മള് പ്ലാനിങ് ഡെയിലി നടക്കണം. മോദിയുടെ ഗ്യാരണ്ടി അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു, തൃശ്ശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം. ഇയാൾക്ക് ഞാൻ തെങ്ങും തോപ്പ് കൊടുക്കും. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. എടുത്തോണ്ട് പോക്കോ. പാവപ്പെട്ടവര് ജനങ്ങളെ സഹായിക്കാനുള്ള രാഷ്ട്രീയം മാത്രമാണ്, അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടുള്ള ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രമാണോ അരിക്ക് വില കൂടിയിരിക്കുന്നത്? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ഇത്തരത്തിൽ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സമയത്ത് പൊതുവിപണിയില് വസ്തുക്കളുടെ വില കുറയുകയാണ് ചെയ്യുക. അതെങ്ങനെയാന്നാ? കൂടുന്നില്ലല്ലോ. 29 രൂപയ്ക്ക് അരി കൊടുക്കുമ്പോൾ മറ്റുള്ള കച്ചവടക്കാരും അരി വില കുറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നിർബന്ധിതരാകും. സംഭവം ഒരു രക്ഷയില്ല. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഇപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വിലക്കയറ്റം ഇന്ത്യയിൽ കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എവിടെ? തൃശ്ശൂരിൽ. എനിക്ക് ഈ തൃശ്ശൂര് വേണം. വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ പദയാത്രയുടെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും പുതുതായിട്ട് ആളുകൾ BJPയിൽ ചേരുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. സപ്ലൈകോന്റെ ഐശ്വര്യം GR അനിൽ സഖാവ് ഈ വിഷയത്തിലെ ഇടപെട്ട് അത് ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ സ്വീകരിച്ചില്ല. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി. 13 ഇനങ്ങളുടെ സബ്സിഡി 55% നിന്നും 35 ആക്കി. അങ്ങനെ ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. ഈ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടോ? വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. അതെ പറഞ്ഞില്ല, 5 വർഷക്കാലം വില കുറയ്ക്കില്ല തീരുമാനിച്ചു. ഞങ്ങൾ 5 വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ സംഭവം അങ്ങക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് വില കൂട്ടിയതല്ല. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല. ഇനിയും നമുക്ക് മുന്നേറാനുണ്ട്. വികസനം ഉറപ്പാക്കി LDF കൂടെയുമുണ്ട്. കേട്ടാ മതി ഞങ്ങൾക്ക്. മന്ത്രി പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കില്ലെന്നാണ്.
ഒരിക്കലും ബാധിക്കൂല. ആളുകളെ ശിക്ഷിക്കുകയല്ലോ, ആളുകളെ സഹായിക്കുകയല്ലേ ചെയ്തത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സാധാരണക്കാരനെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ബാധിക്കുന്നത്? അങ്ങനെ ചോദിക്കരുത്, എനക്കറിയില്ല. മറ്റൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഗവൺമെന്റിന് ചെയ്യേണ്ടി വന്നത്. അത് നിങ്ങളോട് എടുത്തു പറയുക. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. നമ്മുടെ സംസ്ഥാനത്ത് വില കുതിച്ചുയരുന്നു. സത്യം പറയട്ടെ, ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. ഏതെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സാധനത്തിന്റെ വില അടുത്ത കടയിലുള്ള സാധനത്തിന്റെ വിലയേക്കാളും കൂടുതലാണ്. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.